അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 16 ശനിയാഴ്ച. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനം വിവേചനപൂർണമായതാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളം ഈ രാജ്യത്തിന്റെ ഭാഗമാണെന്നും രാജ്യത്തിനു വേണ്ടി വലിയ തോതിൽ സംഭാവന ചെയ്യുന്ന നാടാണെന്നും കേന്ദ്രം മറക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആലപ്പുഴ കഞ്ഞിക്കുടിയിൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനിടെയാണ് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തിയത്. വയനാടിനുള്ള കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ നവംബർ 19 വയനാട്ടിൽ UDF-ഉം LDF-ഉം ഹർത്താൽ പ്രഖ്യാപിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് UDF ഹർത്താലെങ്കിൽ കേന്ദ്ര സഹായം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് LDF ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നാടിനെ നടുക്കിയ വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ തരം താണ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. 500ഓളം പേർ മരിച്ച ദുരന്തം പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ടതാണെന്നും വയനാട്ടിലെ ജനതയോട് ചെയ്യുന്ന കടുത്ത അനീതിയാണ് ഇതെന്നും ചെന്നിത്തല പറഞ്ഞു. വയനാടിന്റെ പുനർനിർമ്മാണത്തിനു വേണ്ടി പ്രത്യേക തുകയും സ്പെഷ്യൽ പാക്കേജും അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വയനാട് ഉരുൾപൊട്ടലിനെ കേന്ദ്ര സർക്കാർ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിനെതിരെ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വയനാട്ടിലേതിനേക്കാൾ ചെറിയ ദുരന്തം നടന്ന സംസ്ഥാനങ്ങൾക്ക് പോലും കേന്ദ്ര സഹായം നൽകിയെന്നും ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ പുനരധിവാസത്തിന് ദേശീയ അന്തർദേശീയ സഹായങ്ങൾ ലഭിക്കുമായിരുന്നുവെന്നും ഗോവിന്ദൻ പറഞ്ഞു. വയനാട് ദുരന്തം ദേശീയ പരിഗണന അർഹിക്കുന്നതല്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം അവരുടെ കാപട്യം വിളിച്ചറിയിക്കുന്നതാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ദുരന്തത്തിന്റെ 11ാം നാളിൽ വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രി കാണിച്ചതെല്ലാം ആത്മാർത്ഥത തൊട്ടു തീണ്ടാത്ത നാടകം മാത്രമാണെന്ന് തെളിഞ്ഞിരിക്കുന്നുവെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. ഈ മാസം 21 സംസ്ഥാന വ്യാപകമായി CPI പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുമെന്നും ബിനോയ് വിശ്വം അറിയിച്ചു. ആത്മകഥാ വിവാദത്തിൽ EP ജയരാജനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആ പുസ്തകത്തിൽ എഴുതാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഇതുവരെ എഴുതിയ ഭാഗത്ത് ഇതൊന്നുമില്ല എന്നുമാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതെന്ന് പിണറായി വ്യക്തമാക്കി. EP-യെ പാർട്ടി വിശ്വസിക്കുന്നുവെന്നും EP നിയമപരമായി മുന്നോട്ട് പോകട്ടെയെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആത്മകഥാ ബോംബ് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നും DC ബുക്സുമായി EP കരാർ ഉണ്ടാക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാജരേഖ ഉപയോഗിച്ചാണ് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഡോക്ടർ P. സരിൻ. ഭാര്യ ഡോക്ടർ സൌമ്യയുമായി ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സരിൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ച് പാലക്കാട്ടെ വീട്ടിലേക്കും ക്ഷണിച്ചു. വീട്ടിലേക്ക് വന്നാൽ പ്രതിപക്ഷ നേതാവിന് കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നും സരിൻ പറഞ്ഞു. ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളോടാണ് ഭാര്യയുമായി എത്തി സരിന്റെ മറുപടി. SDPI വെള്ളിയാഴ്ച ദിനങ്ങൾ പാലക്കാട്ടെ മസ്ജിദുകളിൽ UDF-നായി പ്രചാരണം നടത്തുകയാണെന്ന് CPM രാജ്യസഭാംഗം AA റഹീം MP. SDPI ലഘുലേഖകൾ വിതരണം ചെയ്ത് പാലക്കാട്ടെ മത്സരം UDF-ഉം BJP-യും തമ്മിലെന്ന് പ്രചരിപ്പിക്കുകയാണെന്നും റഹീം പറഞ്ഞു. VD സതീശന് വാർത്താക്കുറിപ്പ് തയ്യാറാക്കി കൊടുക്കുന്നത് SDPI ആണോ എന്ന് ചോദിച്ച അദ്ദേഹം മുസ്ലിം വിഭാഗത്തിൽ ഭീതി ഉണ്ടാക്കാനാണ് ശ്രമമെന്നും വിമർശിച്ചു. ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്നും വാദ്യമേളങ്ങളിൽ നിന്നും നിർദ്ദിഷ്ട അകലം പാലിക്കണമെന്നതും സമയക്രമങ്ങളും മറ്റും ഉൾപ്പെടെയുള്ള ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പരിശോധിച്ച് ആവശ്യമെങ്കിൽ അപ്പീൽ നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. ആന പരിപാലനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ചട്ടങ്ങൾ, സുപ്രീംകോടതി ഉത്തരവിലെ നിർദ്ദേശങ്ങൾ, കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്.
കേരള ഹൈക്കോടതി നാട്ടാനകളെ സംരക്ഷിക്കുവാനും ഉത്സവാഘോഷങ്ങളിലെ ആന എഴുന്നള്ളിപ്പ് സുരക്ഷിതമാക്കുവാനും പുറപ്പെടുവിച്ചിട്ടുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ പലതും അപ്രായോഗികവും കേരളത്തിലെ ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായി നൂറ്റാണ്ടുകളായി നടക്കുന്ന ഉത്സവങ്ങളുടെ അവിഭാജ്യ ഘടകമായ ആന എഴുന്നള്ളിപ്പുകളുടെ അന്തകവിത്തായി മാറുമെന്ന് എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ കെ.പി. മനോജ് കുമാർ. രാത്രി 10 മണി മുതൽ 4 മണിവരെ ആനകളുടെ യാത്ര പാടില്ല എന്ന് പറഞ്ഞാൽ ദൈവമേള എന്നറിയപ്പെടുന്ന 1435ലേറെ വർഷം പഴക്കമുള്ള പെരുവനം ആറാട്ടുപുഴ പൂരമടക്കമുള്ള എല്ലാ രാത്രിപൂരങ്ങളും അവസാനിക്കുമെന്നും കാലത്ത് 9 മണി മുതൽ വൈകിട്ട് 5 മണിവരെ പൊതുവഴിയിൽ ആന എഴുന്നള്ളിപ്പ് പാടില്ലെന്ന് പറഞ്ഞാൽ തൃശൂർ പൂരം അടക്കമുള്ള എല്ലാ പൂരങ്ങളും നേർച്ചകളും പെരുന്നാളുകളും എന്നേക്കുമായി അവസാനിക്കുമെന്നും എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. മണ്ഡലകാല പൂജകൾക്കായി ശബരിമല നട തുറന്നു. ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് മേൽശാന്തി പി.എൻ. മഹേഷ് നട തുറന്ന് ദീപം തെളിയിച്ചത്. താഴമൺ മഠത്തിലെ പ്രത്യേക പരിശീലനത്തിന് ശേഷം എത്തുന്ന നിയുക്ത മേൽശാന്തിമാരെ തന്ത്രി കണ്ഠരര രാജീവര് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. വൃശ്ചിക പുലരിയിൽ അയ്യപ്പനെ കാണാൻ ഭക്തജനത്തിരക്ക്. തന്ത്രി കണ്ഠരര രാജീവരുടെ കാർമ്മികത്വത്തിൽ പുതുതായി ചുമതലയേറ്റ മേൽശാന്തി അരുൺ നമ്പൂതിരി ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്നു. ഇന്ന് 70,000 പേരാണ് ഓൺലൈൻ വഴി ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിരാവിലെ 3 മണിക്ക് തുറന്ന ശബരിമല നട ഉച്ചയ്ക്ക് 1 മണിക്ക് അടയ്ക്കും. വൈകുന്നേരം 3 മണിക്ക് വീണ്ടും തുറക്കുന്ന നട ഹരിവരാസനം പാടി രാത്രി 11 മണിക്ക് അടക്കും. കേരള സർവകലാശാല 4 വർഷ ബിരുദ കോഴ്സിന്റെ ഫീസ് ഘടന കുത്തനെ വർദ്ധിപ്പിച്ചതിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കാൻ വൈസ് ചാൻസലർ പരീക്ഷാ കൺട്രോളറെയും ഫൈനാൻസ് ഓഫീസറെയും ചുമതലപ്പെടുത്തി. സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരമാണ് പുതിയ നിരക്കുകൾ നിശ്ചയിച്ചത്. പരീക്ഷകളുടെ നടത്തിപ്പ് ചെലവിന് ആനുപാതികമായാണോ ഫീസ് നിശ്ചയിച്ചതെന്നും സംസ്ഥാനത്തെ മറ്റ് സർവകലാശാലകളിലെ ഫീസ് നിരക്കുകൾ എത്രയെന്നും കമ്മിറ്റി പരിശോധിക്കും. തെളിമ പദ്ധതിയിലൂടെ റേഷൻ കാർഡിലെ തെറ്റുകൾ സൌജന്യമായി തിരുത്താനുള്ള അവസരം പൊതുജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ. റേഷൻ കാർഡുകൾ കുറ്റമറ്റതാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന തെളിമ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മണക്കാട് റേഷൻ ഡിപ്പോയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുനമ്പം ഭൂമി വിഷയത്തിൽ സമസ്തയിൽ 2 ചേരിയായി തിരിഞ്ഞ് തർക്കം. ഭൂമി വിട്ടുകൊടുക്കാനാവില്ലെന്ന ലീഗ് വിരുദ്ധ ചേരിയുടെ നിലപാടിനെതിരെ മറുപക്ഷം രംഗത്തുവന്നു. അതേസമയം സംഘടനകൾ വർഗീയ പ്രചാരണം നടത്തരുതെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. സമസ്ത ജോയിന്റ് സെക്രട്ടറി ഉമർ ഫൈസി ഒരു സമ്മേളനത്തിലും യുവജന വിഭാഗം നേതാവ് മുസ്തഫ മുണ്ടുപാറ പാർട്ടി പത്രത്തിൽ എഴുതിയ ലേഖനത്തിലുമാണ് മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണെന്നും വിട്ടുകൊടുക്കാനാവില്ലെന്നും വ്യക്തമാക്കിയത്. മുനമ്പത്ത് ജനങ്ങൾക്ക് ഭരണഘടനാ അവകാശമുണ്ടെന്നും അതാണ് തന്റെയും പാർട്ടിയുടെയും അഭിപ്രായമെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. എപ്പോഴും ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഭരണഘടനാ അവകാശമെന്ന് പറയുന്നവർ ഭരണഘടന ഉയർത്തിപ്പിടിക്കുമ്പോൾ മുനമ്പത്തെ ജനങ്ങളെ ഓർക്കണമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. മുനമ്പത്ത് ജനങ്ങളുടെ അവകാശം ഭാരതം ഭരിക്കുന്ന സർക്കാർ നൽകുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. സാക്ഷരതാ മിഷൻ നടത്തുന്ന 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ ജയിച്ച് നടൻ ഇന്ദ്രൻസ്. നടൻ പരീക്ഷയിൽ വിജയിച്ചത് അറിയിച്ചത് മന്ത്രി വി ശിവൻകുട്ടിയാണ്. 4ാം ക്ലാസ് വരെ പഠിച്ച 68കാരനായ ഇന്ദ്രൻസിന് 10ാം ക്ലാസ് തുല്യത നേടുക എന്നതാണ് ഇനി ലക്ഷ്യം. സംസ്ഥാനത്ത് എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 3 ജില്ലകളിലും 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യമുണ്ടെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിന്റെ ഓഫീസിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം 8.8 കോടി രൂപ പിടിച്ചെടുത്തതായി റിപ്പോർട്ട്. ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ രാഷ്ട്രീയ കക്ഷികൾക്ക് 1300 കോടി രൂപയോളം സംഭാവനയായി നൽകിയ വ്യക്തിയാണ് സാന്റിയാഗോ മാർട്ടിൻ. ഗുജറാത്ത് തീരത്ത് വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിൽ നിന്നും കണ്ടെത്തിയ ബോട്ടിൽ നിന്നാണ് ഏകദേശം 700 കിലോ സൈക്കോട്രോപിക് ഡ്രഗായ മെത്താംഫെറ്റാമൈൻ പിടിച്ചെടുത്തത്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്ന് പിടികൂടിയത്. മഹാകുംഭമേള അപകടരഹിതമായി നടത്താൻ ആവശ്യമായ ഒരുക്കങ്ങളുമായി ഉത്തർപ്രദേശ് സർക്കാർ.
തീപിടുത്തവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തടയുന്നതിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി അഗ്നിശമന സേനാംഗങ്ങളുടെയും പ്രത്യേക അഗ്നിശമന വാഹനങ്ങളുടെയും എണ്ണം സർക്കാർ ഗണ്യമായി വർദ്ധിപ്പിച്ചു. മഹാകുംഭമേള ഒരു സീറോ ഫയർ ഈവന്റായി നടത്തുക എന്നതാണ് യോഗി സർക്കാരിന്റെ ലക്ഷ്യം. സായുധ സേനയുടെ പ്രത്യേക അധികാര നിയമം നിലനിൽക്കുന്ന മണിപ്പൂർ അസം അതിർത്തിയിൽ ഒരു കൈക്കുഞ്ഞുൾപ്പെടെ 2 കുട്ടികളുടെയും ഒരു സ്ത്രീയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. മണിപ്പൂരിലെ ജിരിബാമിൽ നിന്ന് ഒരു കുടുംബത്തിലെ 6 പേരെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ദിവസങ്ങൾക്ക് ശേഷമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഹെലികോപ്റ്ററും ബാഗുകളും പരിശോധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ. പ്രതിപക്ഷ നേതാക്കളുടെ ബാഗുകൾ വ്യാപകമായി പരിശോധിക്കുന്നു എന്ന ആരോപണം ശക്തമായ സാഹചര്യത്തിലാണ് അമിത്ഷായുടെ ബാഗുകളും ഹെലികോപ്റ്ററും പരിശോധിച്ചിരിക്കുന്നത്. ഒരു പുരുഷൻ പ്രായപൂർത്തിയാകാത്ത ഭാര്യയുമായി ഉഭയസമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരുമെന്ന് ബോംബെ ഹൈക്കോടതി. ഭാര്യ നൽകിയ ബലാത്സംഗ പരാതിയിൽ ഭർത്താവിന് 10 വർഷം തടവ് വിധിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചാണ് ഈ നിരീക്ഷണം നടത്തിയത്. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സംഭവങ്ങളിൽ പെൺകുട്ടി വിവാഹിതയാണോ അല്ലയോ എന്നത് പരിഗണിക്കാതെ തന്നെ ബലാത്സംഗമാണെന്ന് പ്രസ്താവിക്കേണ്ടതുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ മഹാറാണി ലക്ഷ്മിഭായ് മെഡിക്കൽ കോളേജിലെ നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗത്തിലുണ്ടായ തീപിടുത്തത്തിൽ 10 നവജാത ശിശുക്കൾ മരിച്ചതായി അധികൃതർ അറിയിച്ചു. 16 കുഞ്ഞുങ്ങൾക്ക് പൊള്ളലേറ്റു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇന്ത്യയുടെ ഗൈഡഡ് പിനാക ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. അമേരിക്കയുടെ പ്രമുഖ റോക്കറ്റ് ലോഞ്ചറിനെ വെല്ലുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന പിനാക്ക വാങ്ങാൻ ഫ്രാൻസും അർമേനിയയും താൽപര്യം പ്രകടിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. 22 അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. എറണാകുളം സ്വദേശിയായ പ്രതിരോധ താരം ജി സഞ്ജു ക്യാപ്റ്റനും പാലക്കാട്ടുകാരനായ ഗോൾ കീപ്പർ എസ് അജ്മൽ വൈസ് ക്യാപ്റ്റനും ആകും. ബിബി തോമസ് മുട്ടത്താണ് ടീം കോച്ച്. 17-കാരനായ റിഷാദാണ് ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം. സഞ്ജു സാംസണും തിലക് വർമ്മയും നിറഞ്ഞാടിയ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 4ാം T20യിൽ ഇന്ത്യയ്ക്ക് 135 റൺസിന്റെ കൂറ്റൻ ജയം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ 47 പന്തിൽ 120 റൺസ് നേടിയ തിലക് വർമ്മയുടെയും 56 പന്തിൽ 109 റൺസ് എടുത്ത സഞ്ജു സാംസണിന്റെയും കരുത്തിൽ 18 പന്തിൽ 36 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയുടെ മാത്രം വിക്കറ്റ് നഷ്ടപ്പെടുത്തി 283 റൺസ് അടിച്ചെടുത്തു. മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്ക 18.2 ഓവറിൽ 148-ന് എല്ലാവരും പുറത്തായി. 3 വിക്കറ്റ് നേടിയ അർഷ്ദീപ് സിംഗാണ് ദക്ഷിണാഫ്രിക്കയുടെ തകർച്ചയ്ക്ക് തുടക്കമിട്ടത്. ഇതോടെ 4 മത്സരങ്ങളുടെ പരമ്പര 3-1 ഇന്ത്യ സ്വന്തമാക്കി. തുടർച്ചയായ 2ാം മത്സരത്തിലും സെഞ്ചുറി നേടിയ തിലക് വർമ്മയാണ് കളിയിലെ താരവും സീരീസിന്റെ താരവും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 4ാം T20 മത്സരത്തിൽ സഞ്ജു സാംസണും തിലക് വർമ്മയും T20യിലെ നിരവധി റെക്കോർഡുകളാണ് പഴങ്കഥയാക്കിയത്. ഇരുവരും ചേർന്ന് 2ാം വിക്കറ്റിൽ നേടിയ 210 റൺസ് T20യിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ കൂട്ടുകെട്ടാണ്. ICC ഫുൾ മെമ്പേഴ്സ് തമ്മിൽ നടക്കുന്ന ഒരു മത്സരത്തിലെ ഒരു ഇന്നിംഗ്സിൽ 2 സെഞ്ചുറികൾ പിറന്ന ആദ്യ മത്സരവും ഇതുതന്നെ. അന്താരാഷ്ട്ര T20 ചരിത്രത്തിൽ ഒരു കലണ്ടർ വർഷം 3 സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡും സഞ്ജു സ്വന്തം പേരിൽ കുറിച്ചു. T20യിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന 2ാമത്തെ ഇന്ത്യക്കാരനായി തിലക് വർമ്മ മാറി. സഞ്ജു നേരത്തെ ഈ നേട്ടം കൈവരിച്ചിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയുടെ ട്രോഫി ടൂർ തടഞ്ഞ് ICC. പാക് അധീന കാശ്മീരിലൂടെ ട്രോഫി കൊണ്ടുപോകുന്നത് ICC വിലക്കി. ഇന്നു മുതൽ ട്രോഫി ടൂർ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരുന്ന സാഹചര്യത്തിലാണ് ICCയുടെ നടപടി. ജയ്ഷായുടെ പ്രതിഷേധം കാരണമാണ് ICC തീരുമാനമെടുത്തതെന്നാണ് BCCI അറിയിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.